നമസ്കാരം. അങ്ങനെ നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി വന്നിരിക്കുകയാണ്. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. 8ാം പ്രതിസ്ഥാനത്തുള്ള ദിലീപ് കുറ്റവിമുക്തൻ. ഇതാണ് കോടതി വിധി. മറ്റുള്ള 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി 12-ന് വിധിക്കും. ഇന്ന് കോടതിയിൽ നിന്ന് വന്ന ഈ വിധിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? കോടതിയിൽ നിന്ന് വന്ന വിധി നമ്മളൊരു സാധാരണക്കാരനെന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ സ്വാഭാവിക നിരാശാജനകമായ വിധി എന്നേ പറയാൻ പറ്റും. കോടതിക്ക് പിന്നെ മാനുഷിക വികാരങ്ങൾ മാനിക്കുകയല്ല, കോടതിക്ക് മുമ്പിൽ വരുന്ന തെളിവുകളെ നോക്കിയാണ് കോടതി വിധി പറയുന്നത്. പ്രത്യേകിച്ച് ഈ ജഡ്ജി റാണി ഒരു പേരുകേട്ട ജഡ്ജിയാണ്. ജുഡീഷ്യൽ സർവീസിനകത്ത് അത്യാവശ്യം നല്ല മെറിറ്റുള്ള ജഡ്ജിയാണ്. പക്ഷേ സുപ്രീം കോടതി തന്നെ പലതവണ ഈ ജഡ്ജിക്കെതിരെ ആരോപണം വരുമ്പോൾ ഈ വനിതാ ജഡ്ജിയെ തന്നെ നിയമിച്ചത് അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വനിതാ ജഡ്ജിയെ നിയോഗിച്ചത്. ഒടുവിൽ ഈ അതിജീവിത തന്നെ ഈ വനിതാ ജഡ്ജിക്കെതിരെ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തു. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിക്കൊപ്പമായിരുന്നു. അവർ ജുഡീഷ്യൽ സർവീസ് വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ളവരാണ്. ഈ അവസാനം വരെ ഇതുണ്ട്. അവർക്ക് ഹൈക്കോടതിയിലേക്ക് പ്രൊമോഷൻ കിട്ടി പോവാതിരുന്നതിന് കാരണം ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ ഈ കേസിൻ്റെ വിചാരണ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പോയാൽ മതി എന്നുള്ള ധാരണയാണ്. അപ്പോൾ ജഡ്ജിയുടെ മെറിറ്റിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. നമ്മളൊരു പൊതുവികാരം നിരാശാജനകമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കോടതിക്ക് മുന്നിൽ തെളിവുകളാണ് പ്രധാനം. അപ്പോൾ ഈ തെളിവ് കൊടുക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഈ വിധി ഒരുപാട് അർത്ഥങ്ങളുള്ളൊരു വിധിയാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ട ഒരു വിധിയാണ്. ഇത്രയും വർഷം ദിലീപ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പ് നിൽക്കുകയും അവസാനം ഇന്ന് കുറ്റവിമുക്തനാകുകയും ചെയ്തതിൻ്റെ ആശ്വാസമൊക്കെ ദിലീപിനുണ്ട്, ദിലീപിൻ്റെ ഫാൻസിനുണ്ട്. പക്ഷേ ദിലീപിൻ്റെ ഫാൻസിനും കഴിഞ്ഞുള്ള ഒരു വലിയ സമൂഹം, ആ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വന്ന തെളിവുകൾ കോടതി വിലയിരുത്തുന്നത് പോലെ നിയമപരമായി വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ കഴിവില്ലാത്തൊരു സാധാരണ സമൂഹം, അവരുടെ മുന്നിലേക്ക് ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ അവർ സ്വാഭാവികമായും ദിലീപിന് ശിക്ഷ കിട്ടും, ദിലീപ് അതിക്രൂരമായ ഒരു കുറ്റകൃത്യമാണ് ചെയ്തത് എന്ന് ഒക്കെ സാധാരണക്കാർക്ക് അവർ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അങ്ങനെ വിലയിരുത്തുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഈ വിധി വരുമ്പോഴാണ് നിരാശാജനകമെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രോസിക്യൂഷനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇതേ പ്രോസിക്യൂഷൻ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 6 പ്രതികൾക്ക് ശിക്ഷ. അത് എല്ലാ കുറ്റങ്ങളും കൂട്ടബലാത്സംഗം അടക്കമുള്ള എല്ലാ വകുപ്പുകളും ഉൾപ്പെട്ട ശിക്ഷ. മിനിമം 20 വർഷമെങ്കിലും തടവിന് വിധിക്കപ്പെടാൻ സാധ്യതയുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ജഡ്ജ്മെന്റ് പാർക്ക് കിട്ടിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് 7 മുതൽ 10 വരെയുള്ള പ്രതികൾക്കാണ് വെറുതെ വിട്ടത്, കുറ്റമുക്തനാക്കപ്പെട്ടത്. അതിൽ 8ാം പ്രതിയായി ദിലീപും കുറ്റമുക്തനാക്കപ്പെട്ടു. അതാണ് ഒരു സംഭവം. അപ്പം നമ്മൾ ഈ പ്രോസിക്യൂഷനെ അങ്ങനെ പൂർണ്ണമായി തള്ളി പറയാനും പറ്റില്ല. പിന്നെ ഈ പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട്, പണ്ട് ഒരു മള്ളൂർ വക്കീൽ എന്നൊരു വക്കീലുണ്ടായിരുന്നു, ഉണ്ട വിഴുങ്ങിയെന്നൊക്കെ അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു വക്കീലുണ്ടായിരുന്നു. 5000 രൂപയും ഉണ്ട വിഴുങ്ങി ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത്രയും പ്രഗത്ഭരായ നിയമം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റുന്ന ഇതാണ്. രാമപിള്ള സാറിനെ പോലെ ഒരു വലിയ മികച്ച അഭിഭാഷകന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ പുള്ളിയും അദ്ദേഹത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ക്ലൈൻറ്റിൻ്റെ കാര്യമാണ് അദ്ദേഹത്തിന് നോക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അതാണ്. അദ്ദേഹത്തിന് ക്ലൈൻറ്റിന് വേണ്ടി നിൽക്കേണ്ടി വരും. അപ്പോൾ പോലും ലൂപ്പ് ഹോൾ ഇല്ലാത്ത ഒരു ചാർജ് ഷീറ്റും അതുപോലെ പ്രോസിക്യൂഷൻ റിപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടിയിരുന്നു. മിക്കവാറും അത് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിലെന്തെങ്കിലും ലൂപ്പ് ഹോൾ വെച്ചിട്ടായിരിക്കണം ഇപ്പം ഇങ്ങനെ എഴുതിയത്. ജഡ്ജ്മെന്റ് പകർപ്പൊന്നാലും അറിയാൻ പറ്റും. ഇതിനകത്ത് പറയുന്നത് ഗൂഢാലോചന തെളിയിക്കാൻ പറ്റും. അതായത് ദിലീപിന്റെ മുന്നിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന നടത്തി. പക്ഷേ ഇതിൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. ഗൂഢാലോചന തെളിയിച്ചിട്ടുണ്ട്. ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്കാളിത്തമാണ് തെളിയിക്കപ്പെടാറുണ്ട്. ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കപ്പെടാൻ ആവശ്യമായ തെളിവില്ല എന്നാണ് പറയുന്നത്. പൾസർ സുനിയെ ദിലീപ് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പൾസർ സുനി ഈ അതിജീവിതയുടെ ഡ്രൈവറായിരുന്നു. അതായത് ഈ ദിലീപും അതിജീവിതയൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമകളുടെ സെറ്റിലേക്ക് ഈ സാന്നിധ്യമാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഒരു നടിയുടെ ഡ്രൈവറിനെ കണ്ടിട്ടില്ല, അറിഞ്ഞൂടാ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിശ്വസനീയമായി അത് കോടതിക്ക് മുമ്പിൽ അത് തെളിയിക്കാൻ പറ്റി. ദിലീപിന് പൾസർ സുനിയെ അറിഞ്ഞൂടാ എന്ന് തെളിയിക്കാൻ പറ്റി. മെമ്മറി കാർഡ് ദിലീപിൻ്റെ മെമ്മറി ശരിയാണ്, മെമ്മറി കാർഡൊക്കെ ദിലീപിൻ്റെ കയ്യിലല്ല. മെമ്മറി കാർഡൊക്കെ മറ്റൊരു സ്ഥലത്താണ് ഏൽപ്പിച്ചത്, ഒരു സ്ഥാപനത്തിലാണ് ഏൽപ്പിച്ചത്. ആ ഓണറിനെ ഈ കേസിനകത്ത് പ്രതി ചേർത്തിട്ടില്ല. ആ ഓണർ പിന്നെ മലയാളമുണ്ട്, മലയാളം പറഞ്ഞാൽ ഓണറിനെ ചിലപ്പോൾ തിരിച്ചറിയപ്പെടും എന്നുള്ളതാണ് ഞാൻ ഓണർ എന്ന് പറയുന്നത്. ആ ഓണറിനെ ഈ കേസിൽ പ്രതി ചേർക്കിയ കാര്യമായ ആ ലെവലിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ദിലീപിൽ ഈ അന്വേഷണം എത്തി നിൽക്കുകയാണ്. ദിലീപിന് അപ്പുറത്തേക്ക് സിനിമാ മേഖലയിലുള്ള മറ്റ്
ആൾക്കാരിലേക്ക് അന്വേഷണം പോയിട്ടില്ല. അവിടെയൊക്കെ ഒരു വലിയ ഗൂഢാലോചനയുടെ ഇതുണ്ട്. ആ ഓണറിനെ രക്ഷിക്കാൻ വേണ്ടി ദിലീപ് കുറ്റമായിട്ടെടുത്തതാവാം എന്നൊക്കെ ഒരു കഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിധി കൊണ്ട് പറയുന്ന ഈ വിധിയിൽ ഏറ്റവും വലിയ നിരാശരാവേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായി പോകുന്നത് കേരളത്തിൻ്റെ ദൃശ്യമാധ്യമങ്ങളാണ്. അച്ചടി മാധ്യമങ്ങളും പ്രതിസന്ധിയിലാവും. കാരണം ഈ ദൃശ്യമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മറ്റു അച്ചടി മാധ്യമങ്ങൾ പോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ, അന്ന് ആ രാത്രി മുതൽ ദൃശ്യമാധ്യമങ്ങൾ ഒരു വലിയ ഫോളോ അപ്പാണ് ഈ കേസിനകത്ത് നടത്തിയിട്ടുള്ളത്. അവർ ഇതിന് പുറകെ നടക്കുകയും കിട്ടാവുന്ന എല്ലാ വാർത്തയും ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുകയും ദിലീപിൻ്റെ ഈ ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് ആവശ്യമായ സ്റ്റോറികളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജയിലിൽ നിന്ന് സ്റ്റോർ ചെയ്തു, ജയിലിൽ നിന്ന് ഇയാൾ പരോളിൽ ഇറങ്ങുമ്പോൾ സ്റ്റോർ ചെയ്തു, പൾസർ സുനിയും ദിലീപുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഒരുപാട് വെളിപ്പെടുത്തലൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഈ ദൃശ്യമാധ്യമങ്ങൾ തമ്മിലൊരു വലിയ മത്സരം ഉള്ളത് കൊണ്ട് തന്നെ ഒരാൾ ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്തയാൾ അതിനേക്കാൾ വലിയൊരു വാർത്ത ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ഇത്രയും വർഷം 8.5 വർഷവും നിരന്തരം വാർത്തകളുണ്ടായിരുന്നു. ഈ വാർത്തയൊക്കെ നല്ല വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചാനൽ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ അടുത്ത ചാനൽ ആ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് വേറെ വാർത്ത കൊടുക്കും. മറ്റേ അച്ചടി മാധ്യമങ്ങളും ആ ഒരു വഴിയിലേക്ക് വരും. ഇന്ന് ജാമ്യത്തിൽ ഇന്ന് കോടതിയിൽ നിന്ന് ദിലീപ് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയും ഉന്നത അന്വേഷണ ഉദ്യോഗസ്ഥയും അവരുടെ ചില ക്രൂര മൈൻഡുള്ള പോലീസുകാരും ചേർന്നു അവർ ചില മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ചെന്നാണ് ദിലീപ് ആരോഗ്യം. ഒരു കണക്കിന് ഇപ്പൊ കോടതി ദിലീപിന് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ദിലീപ് ഈ പറയുന്ന സംശയം നിലനിൽക്കുന്ന സംശയം തന്നെയാണ്. കാരണം ഈ മാധ്യമങ്ങൾക്ക് അവരുടെ വിശ്വാസ്യത തെളിയിക്കേണ്ടത് ഒരു ആവശ്യമാണ്. മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കോടതി പരിഗണിച്ചത്. പൾസർ സുനിയുമായുള്ള ബന്ധം പരിശോധിച്ചു, പൾസർ സുനിയുടെ കത്ത് പരിശോധിക്കുന്നു, ദിലീപിൻ്റെ ഇടപാടുകൾ പരിശോധിക്കുന്നു, മരണപ്പെട്ട ബാലേന്ദ്രകുമാറിൻ്റെ വാദങ്ങൾ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ദിലീപിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ മാധ്യമങ്ങൾ കൊണ്ടുവന്നു. ഇതെല്ലാം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം നിൽക്കുകയാണ്. മാധ്യമങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടുകയാണ് ഈ വിധിയോടുകൂടി. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് ഒരു ബാധ്യതയുണ്ട്, അവരുടെ ഭാഗം ശരിയാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. പ്രോസിക്യൂഷൻ അപ്പീല് പോകുന്നത് പോലെ തന്നെ ഇതിൽ യഥാർത്ഥത്തിൽ അപ്പീല് പോകേണ്ട മാധ്യമങ്ങളാണ്. അവർ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്നതാണ്. ഇതൊരു വലിയ അപകടമാണ്. ഈ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരം കേസുകളിൽ മാധ്യമങ്ങൾ കണ്ടെത്തലുകൾ നടത്തുകയും ഈ വാർത്തയ്ക്ക് പിന്നാലെ പോയി വെളിപ്പെടുത്തലുകൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇനി ഏതൊരാൾക്കും ഏതൊരു ക്രിമിനലിനും രക്ഷപ്പെടാനുള്ള ആയുധമായിരിക്കും ദിലീപ് കേസ്. ഞാനത് ഏതൊരു ക്രിമിനലിനെന്ന് എടുത്ത് പറയേണ്ട കാര്യം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലാത്സംഗ കേസ്, ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസ്ഥാനത്താണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഇരകളുടെ പല വെളിപ്പെടുത്തലുകളും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും, എല്ലാ ദൃശ്യമാധ്യമങ്ങളായാലും ശരി, അച്ചടി മാധ്യമങ്ങളായാലും ശരി, എല്ലാ മാധ്യമങ്ങളും ഓരോ ദിവസവും ഓരോ പുതിയ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ കേസ് ഉണ്ടാകുന്നത് പോലും മാധ്യമങ്ങളിലൂടെയാണ്. ആദ്യത്തെ കേസിലേക്ക് നയിച്ചത് മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ മാധ്യമങ്ങൾ നടത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ജനം വിശ്വസിക്കുന്നത്. ഇന്നു മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് ധൈര്യമായിട്ട് പറയാം, ദിലീപിന്റെ കേസിൽ മാധ്യമങ്ങൾ ഇത്രയൊക്കെ കാണിച്ചിട്ട് കോടതിയിൽ എന്തായി എന്ന് ചോദിക്കാം. അപ്പൊ അതുപോലെ ഇത്തരം കേസുകളിൽ മുമ്പ് ചൊല്ലുണ്ട്, ഒരു എത്ര പ്രതികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും രക്ഷിക്കപ്പെടരുത് എന്നാണ്. ഒരു നിരപരാധി, അതാണ് ആ വാചകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും മാധ്യമങ്ങൾക്കേറ്റ് നാളെ രാഹുൽ മാങ്കൂട്ടത്തിനടക്കം ഉന്നയിക്കാൻ പോകുന്നത്. 8.5 വർഷം ദിലീപ് ഈ കേസിൽ പ്രതിയാണ്, ദിലീപിന് പൾസർ സുനിയായി ബന്ധമുണ്ട്, ദിലീപ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദിലീപിനെതിരെ നിരന്തരം വാർത്ത ചെയ്തുകൊണ്ടിരിക്കുകയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ദിലീപിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിയത് മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ ഉന്നയിച്ച എല്ലാ വാദവും പൊളിഞ്ഞു. അപ്പോൾ മാധ്യമങ്ങൾ നിർമ്മിക്കുന്നത് മുഴുവൻ കള്ളക്കഥകളാണെന്നും കെട്ടുകഥകളാണെന്നുള്ള വാദം ദിലീപ് ഉയർത്തിയ അതേ വാദം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രിമിനൽ എന്ന് ഞാൻ പറയാൻ കാര്യം, ദിലീപിനെ എനിക്ക് ക്രിമിനൽ എന്ന് പറയാൻ പറ്റില്ല. കാര്യം ദിലീപ് കുറ്റവിമുക്തനാണ്. ഇന്നലെ വരെ ദിലീപിനെ എനിക്ക് ക്രിമിനൽ എന്ന് പറയാം. ഇന്ന് കോടതി കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിൽ ദിലീപിന് ക്രിമിനൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ദിലീപ് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്താൽ അയാൾ ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രിമിനൽ എന്ന് പറയാം. കാര്യം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ക്രിമിനൽ കേസുകളാണ് എടുത്തിട്ടുള്ളത്. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഇരകളുടെ വെളിപ്പെടുത്തലുണ്ട്. അപ്പൊ ഇത്ര നീചമായ ഒരു ഗർഭചിത്രമടക്കം നടത്താൻ നിർബന്ധിച്ച ഒരാളിനെ ക്രിമിനൽ എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത്തരം ക്രിമിനലുകൾ നാളെ ഉന്നയിക്കാൻ പോകുന്ന വാദം ഇതാണ്. ഈ ചാനലുകളെ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ പത്രങ്ങളെ ഇങ്ങനെ കാതടച്ച് വിശ്വസിക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാൽ പല കേസുകളിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, അന്വേഷണാത്മക പഴയ കാര്യങ്ങളൊക്കെ ആൾക്കാർ മറന്നു.
ദിലീപ് ഒരു പോപ്പുലറായ ഒരു വ്യക്തിയാണ്. ഈ ദിലീപ് കേസ് ഒരു പോപ്പുലറായ കേസാണ്. ഈ മലയാളികളുള്ളിടത്തെല്ലാം സിനിമാക്കാരുള്ളിടത്തെല്ലാം ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. സിനിമാക്കാരനായതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ചർച്ച ചെയ്യപ്പെട്ട ഈ ദിലീപിൻ്റെ വിധി എന്താവുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ ടി വിക്ക് മുന്നിൽ കാത്തിരുന്ന ആൾക്കാരാണ് കേരളത്തിലൊരു വലിയ ജനത. അപ്പോൾ ആ കേസിൽ മാധ്യമ സൃഷ്ടി മുഴുവൻ കള്ളമാണെന്ന് ദിലീപ് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ആദ്യത്തെ പ്രതികരണം തന്നെ പറഞ്ഞു കഴിഞ്ഞു. കോടതി ദിലീപ് കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. ഇത്രയും വർഷത്തെ വാദം കേട്ടതിന് ശേഷം കോടതി കുറ്റവിമുക്തനാക്കിയത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ട ഇപ്പം ഒളിവിലാണ്. ഒളിവ് ജീവിതം അവസാനിപ്പിച്ചിട്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് പറയും ഈ ചാനലുകൾ പറയുന്നത് വിശ്വസിക്കരുത്, ദിലീപിൻ്റെ കേസിൽ അവർ എന്തെല്ലാം പറഞ്ഞു എന്നൊക്കെ പറയാം. ഇതില് പ്രധാനമായിട്ട് 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് ഈ കേസിൽ ഇപ്പോൾ വിവാദമായിട്ട് വന്നത്. ഒന്ന്, ഈ കേസ് അന്വേഷിച്ചത് മുൻ DGP ആയ ബി സന്ധ്യ, അദ്ദേഹത്തിന്റെ അവരുടെ നേതൃത്വത്തിൽ. പിന്നെ ഒന്ന് വിവാദമായി വന്നത് ശ്രീലേഖ ദിലീപിനെ പിന്തുണച്ചു കൊണ്ടുവന്നു എന്നുള്ളത്. അതെ, ഇപ്പൊ ശ്രീലേഖയുടെ വാദവും ശരിയാണെന്ന് തെളിഞ്ഞു. അതങ്ങനെ ശരിയാവുന്നത്? ദിലീപ് നിരപരാധിയാണെന്നാണല്ലോ ശ്രീലേഖ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് കോടതി വിധിയിലൂടെ തെളിഞ്ഞില്ലേ? അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ശ്രീലേഖ അവർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും ചെയ്തത്? നാളെ തെരഞ്ഞെടുപ്പുമാണ്, അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കിടക്കണ്ട. എന്തുകൊണ്ടാണ് അവരത് പറഞ്ഞതെന്ന് അവരെന്നത് പറയണം. അവർക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്, ദിലീപിനെ കുറ്റമുക്തനാക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് പറയണം. അത് പറയേണ്ടതാണ്. സന്ധ്യയുടെ അന്വേഷണം മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് വരുത്തിയാണ് സന്ധ്യയ്ക്ക് അന്വേഷണ ചുമതല. അന്ന് ADGP സന്ധ്യയ്ക്ക് അന്വേഷണ ചുമതല കൈമാറുന്നത്. അത്യാവശ്യം സന്ധ്യയുടെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ ശബരിമല കേസുകളൊക്കെ അന്വേഷിച്ച ഒരുപാട് ഇതിനു മുമ്പുള്ള കേസുകൾ നല്ല കരിയറാണ്. അങ്ങനെ അവരെ അന്വേഷിച്ച കേസുകളൊക്കെ ഏതാണ്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കേസുകളാണ്. ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. ഇത് ദിലീപ് ഇപ്പോൾ പറയുന്നത് അവരടക്കം ഗൂഢാലോചന നടത്തിയതാണ് ചില പോലീസ്. അപ്പോൾ ബൈജുവിൻ്റെ നല്ല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. ബൈജു ഇതുവരെ അന്വേഷിച്ച കേസുകളൊന്നും പൊളിഞ്ഞു പോകാത്ത കേസുകളാണ്. അങ്ങനെ AV ജോർജ് ഉണ്ട്, നല്ല ഒന്നാം തരം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. ഇവരെല്ലാം അന്വേഷിച്ച കേസാണ്. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദിലീപിന് വഴങ്ങാത്ത ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ ശത്രുക്കൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ദിലീപിന് ഈ വാദമൊക്കെ ഉന്നയിക്കാം. കാര്യം ഇനിയിപ്പോൾ ദിലീപിന് ഉന്നയിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ദിലീപിന്റെ കേസായിട്ട് ഇങ്ങനെ പറയുന്നത്, ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എങ്ങനെയാകും എന്നതാണ് അവർ പലരും ചോദിക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം സ്വാധീനവും പോപ്പുലാരിറ്റിയും അത്യാവശ്യം വലിയ സാമ്പത്തിക ശേഷിയും ഒരു നല്ല വക്കീലിനെ വെക്കാനൊക്കെ കഴിവുണ്ടെങ്കിൽ സാധാരണക്കാരനാണ് ഇരയായി നിൽക്കുന്നെങ്കിൽ സാധാരണക്കാരൻ്റെ ഗതികേട് തന്നെയാണ്. നീതി കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. ഇത് കേരള മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നു, സിനിമാ മേഖല മുഴുവൻ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന അതിജീവിതയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് സാധാരണക്കാരൻ്റെ അവസ്ഥ പരമദയനീയമായിരിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ എത്ര കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കാലങ്ങൾക്ക് ശേഷം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു നിന്ന് എത്ര കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദിലീപിന് ഇത്രയും സാമ്പത്തികവും ദിലീപിനെ പിന്തുണയ്ക്കാൻ ഇത്രയും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ദിലീപ് രക്ഷപ്പെട്ടു. ഇതിൽ പ്രോസിക്യൂഷൻ എവിടെയാണ് വീഴ്ച പറ്റിയത്? അതിന് ജഡ്ജ്മെന്റിന്റെ പകർപ്പ് വന്നാൽ മാത്രമേ പ്രോസിക്യൂഷന്റെ വീഴ്ച എവിടെയാണെന്ന് പറയാൻ പറ്റും. നമുക്ക് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യമാധ്യമങ്ങളും മറ്റൊരു മാധ്യമങ്ങളും പങ്കുവച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇതിൽ സംശയിക്കേണ്ട വേറെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ്. അതിന് ചൂണ്ടിക്കാട്ടുന്ന 2 കാര്യം. 2 പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്നും സ്വയം രാജിവെച്ച അതിനകത്തൊരു തർക്കമുണ്ട്. ആദ്യത്തെ പ്രോസിക്യൂട്ടർ രാജിവെക്കുമ്പോൾ അത് ഈ ജഡ്ജിയുടെ ഒരു ഇതും കൂടെ അതിനകത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആവശ്യമായ ചോദിച്ച ഡോക്യുമെന്റ്സ് കൊടുക്കുന്നില്ല, നിരന്തരം അവഹേളിക്കപ്പെടുന്നു, നിരന്തരം കോടതി വാക്കുകളിലൂടെ അവഹേളിക്കുന്നു എന്നൊക്കെയുള്ള കാരണം പറഞ്ഞാണ് ആദ്യത്തെ പ്രോസിക്യൂട്ടർ ഒഴിഞ്ഞു പോകുന്നത്. മാനസിക സംഘർഷം സഹിക്കാൻ എന്നുള്ള ലെവലിലാണ് ഒഴിഞ്ഞു പോകുന്നത്. പ്രോസിക്യൂഷൻ്റെ പോലീസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് പ്രോസിക്യൂഷനെ സഹായിച്ച പോലീസിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. ഏതൊക്കെ ഘട്ടങ്ങളിൽ ആ കേസുമായി ബന്ധപ്പെട്ട് പലതവണ നമ്മൾ പരിശോധന നടത്തുമ്പോഴും ഏതൊക്കെ ഘട്ടങ്ങളിൽ പോലീസിൻ്റെ അടുത്ത് ആവശ്യമായ സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചോദിച്ചിട്ടുണ്ടോ, പോലീസ് വളരെ കൃത്യമായ സാധനം കൊടുത്തിട്ടുണ്ട്. സാക്ഷികളുടെ കാര്യത്തിലായാലും ഇപ്പം ദിലീപ് ആരോപിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടന്ന് ഒരു കത്ത് എഴുതിച്ചത് പോലീസാണ് എന്നൊരു ആരോപണം. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ്. പക്ഷെ ഇപ്പം ദിലീപ് ഉന്നയിക്കുമ്പോഴത്തേക്ക് അത് ശരിയാണെന്ന് ജനം വിശ്വസിക്കും. കോടതി അത് പറഞ്ഞിരിക്കുന്നുണ്ട്, ദിലീപ് അത് ഉന്നയിക്കുമ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിക്കും. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഈ കോടതി വിധിയിലൂടെ പരാജയപ്പെട്ടത് അതിജീവിതം മാത്രമല്ല, സ്റ്റേറ്റും കൂടെ. ഇന്നിപ്പോൾ സാംസ്കാരിക മന്ത്രിയാണ് ആദ്യമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരിച്ചത്. അദ്ദേഹം വളരെ പക്വതയുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ്, ഇത്തരം ഒരു വിധി എനിക്ക് നിരാശാജനകമായി തോന്നുന്നുണ്ട്. പക്ഷേ കോടതി വിമർശിക്കാൻ ഞാനുള്ള ആളല്ല. കോടതിക്ക് മുൻപ് വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിധി ഉറപ്പിച്ചത്. എന്തായാലും
ഈ വിധിക്കെതിരെ അപ്പീൽ പോകാൻ തന്നെയാണ് തീരുമാനം. അത് എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല, കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റൂ. സർക്കാരിനെ ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ഇനി ജഡ്ജ്മെന്റ് പകർപ്പെല്ലാം കൂടെ കിട്ടിയതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് ഒരു അന്തിമ തീരുമാനം. എന്തായാലും ഫലത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട്, എന്തായാലും അപ്പീലിന് പോകും. പക്ഷെ അപ്പീൽ പോകുമ്പോഴും അവിടെയും ഈ പ്രോസിക്യൂഷന് അവരുടെ കയ്യിൽ ഇപ്പൊ ഇവിടെ കിട്ടിയ തെളിവുകൾ ഇതിനകത്ത് നമുക്ക് അപ്പീലിന് പോകുമ്പോഴത്തേക്കും വലിയ പ്രതീക്ഷയൊന്നും വെക്കണം. കാര്യം ട്രയൽ കോർട്ടിൽ എന്റെ വിധിയാണ്. ട്രയൽ കോർട്ടിൽ 10 പ്രതികളിൽ 6 പ്രതികളെ ആൾറെഡി ശിക്ഷിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. അത് കൃത്യമായി ഏതാണ്ട് 20 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടെത്തി. അത് കണ്ടെത്തിയതിനു ശേഷമാണ് ബാക്കി 7 മുതൽ 10 വരെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കുന്നത്. അപ്പോൾ ട്രയൽ കോടതിയിൽ ഇത്രയും വർഷത്തെ ട്രയൽ നടക്കുകയും ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വിധി വരുന്നത്, ആ വിധി ഹൈക്കോടതി നമ്മൾ അപ്പീലിന് പോകുമ്പോൾ എത്രത്തോളം ആ വിധി പുനഃപരിശോധിക്കപ്പെടുമെന്നും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ മറ്റൊന്നുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇനിയൊരു സാധ്യത ഉള്ളത് ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും അതിന് ഒരു പുനരന്വേഷണം കൂടെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്താൽ, ആ പുനരന്വേഷണം ആവശ്യം സർക്കാർ അംഗീകരിച്ചാൽ സ്വാഭാവികമായും ഇനി ഒരിക്കൽ കൂടെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ പുനരന്വേഷണം എന്ന് പറഞ്ഞാൽ ഇത്ര അധികം 8.5 വർഷക്കാലം പോലീസ് വളരെ കാര്യമായി അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ അതിജീവിതയ്ക്ക് ഒരു പരാതിയും ഇല്ല. അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് അതിജീവിത പലയിടത്തും പറഞ്ഞു കഴിഞ്ഞു, കോടതി പോലും പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഇതുള്ളത് കോടതി ജഡ്ജിയുടെ ഇടപെടലിനെ കുറിച്ച് മാത്രമാണ് അതിജീവിതയ്ക്ക് പരാതി, അല്ല പോലീസ് അന്വേഷണത്തിൽ ഒരു പരാതിയും ഇതുവരെ പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിൽ ഒരു പുനരന്വേഷണ സാധ്യത ഇതിനകത്തൊരു അടഞ്ഞ അധ്യായം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവർക്ക് പരാതി വേണം, അവർ ഇന്ന കാര്യങ്ങൾ അന്വേഷിച്ചില്ല. പോലീസിനെ കുറിച്ച് അങ്ങനെ ഒരു പരാതിയില്ല. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് ഒപ്പമായിരുന്നു എപ്പോഴും. അത് അവർക്ക് നേരിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പുനരന്വേഷണ സാധ്യത ഇല്ല. ഇനി ഒരു പുനരന്വേഷണം സർക്കാർ നേതൃത്വത്തിൽ നിന്ന് പ്രഖ്യാപിച്ചാൽ ദിലീപിനത് ചോദ്യം ചെയ്ത് കോടതി പോയി കഴിഞ്ഞാൽ നിലനിൽക്കില്ല. അന്വേഷണം വേണ്ടെന്ന് കോടതി പറയും. ഇത്രയും വർഷം അന്വേഷിച്ച് കോടതി തള്ളിയ കേസിനകത്ത് ഇനി എന്ത് പുനരന്വേഷണം? ഇനി ഒരു CBI അന്വേഷണത്തിനുള്ള സാധ്യത വേണമെങ്കിൽ അന്വേഷണം വരാൻ സാധ്യതയില്ല. പക്ഷേ ഇത് അപൂർവമായ ഒരു കേസ് എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ കൂടെ ആവശ്യപ്പെട്ട CBIക്ക് അന്വേഷിക്കാൻ സാധ്യത, അതും കോടതി ചോദ്യം ചെയ്യപ്പെട്ട ചിലപ്പോൾ നിന്നുപോകും. അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു ബലമായ വിശ്വാസം ഈ കേസ് കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നടക്കാനിരിക്കുന്ന തലേ ദിവസമാണ് ഇതൊരു പൊളിറ്റിക്കൽ, ഇതൊരു പൊളിറ്റിക്കലി ഒരു പ്രചാരണ ആയുധമായി മാറും. കാരണം എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ ഇവർക്ക് നേരിടേണ്ടി വന്ന ഈ ക്രൂരമായ ഈ നടപടികളെ സർക്കാർ അതിശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. അവർക്കൊപ്പം നിന്നിട്ടുണ്ട്. അവരെ വേദിയിൽ കൊണ്ടുവന്ന് പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് സർക്കാർ കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്താണെന്ന് ബോധ്യപ്പെടാൻ കേരള സമൂഹത്തിനൊരു അവസരമായിരുന്നു ഈ കേസ്. അതിജീവിതയ്ക്കൊപ്പം സർക്കാർ നിന്നത്. അത് കോൺഗ്രസും അതുപോലെ തന്നെ നിന്നു. കോൺഗ്രസും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് നിന്നത്. പക്ഷേ ഇന്ന് ഈ വിധി വന്നു കഴിഞ്ഞതിന് ശേഷം KPC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ ആദ്യത്തെ പ്രതികരണം തന്നെ സർക്കാരിൻ്റെ പരാജയം എന്നാണ്. പ്രോസിക്യൂഷൻ്റെ പരാജയം, സർക്കാരിൻ്റെ പരാജയം. അത് ശരിയാണ്. പ്രോസിക്യൂഷനെ വയ്ക്കുന്ന സർക്കാരാണ്, അന്വേഷണം നടത്തി ഏജൻസി സർക്കാർ ഏജൻസിയാണ്. അപ്പോൾ കേസ് പരാജയപ്പെട്ടാൽ സർക്കാരിൻ്റെ പരാജയമാണ്. പക്ഷേ സണ്ണി ജോസഫ് അത് പറയുമ്പോൾ സാങ്കേതികത്വം കൊണ്ട് മാത്രം അത് സംഭവിക്കുന്നത്. സണ്ണി ജോസഫ് ഒരു പൊളിറ്റിക്കൽ ആയുധമാക്കാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെയാണ് അത് പറയുന്നത്. നാളെ നടക്കാൻ പോകുന്ന ഈ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉറപ്പായി അവർക്കിതൊരു വിഷയമാക്കി മാറ്റും. കാര്യം സർക്കാർ സ്ത്രീയൊക്കൊപ്പം ആണെന്ന് പറയുകയും അതേസമയം ഈ കോടതിയിൽ ഇങ്ങനത്തെ ഒരു വീഴ്ച വരുത്തുകയൊക്കെ ചെയ്തു എന്ന് അവർക്ക് കിട്ടുന്ന ഒരു രാഷ്ട്രീയ ആയുധമാണ്. പക്ഷെ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാഷ്ട്രീയമായി ഈ ആയുധം ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ, ഇതിന് സമാനമായ ദിലീപ് ക്രിമിനൽ എന്നല്ല ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ക്രിമിനലുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ പൂർണ്ണമായി പുറത്താക്കി കഴിഞ്ഞു. അപ്പോൾ അത്തരം ക്രിമിനലുകൾക്കൊരു വളമാണ് ഇത്. ഇത്തരം ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇത് രാഷ്ട്രീയ ആയുധമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് രാഷ്ട്രീയത്തിൻ്റെ കുഴപ്പമാണ്, സർക്കാരിൻ്റെ കുഴപ്പമാണെന്നൊക്കെ വരുത്തി തീർക്കുമ്പോൾ അതിന് മറ്റൊരു തലത്തിൽ ഒരു പോലീസിൻ്റെ മൊറലിനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന, നല്ല സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ മൊറലിനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്നതുണ്ട്. അവരിതൊക്കെ പൊളിറ്റിക്കൽ ആയുധമാക്കാതെ ഇരിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് കൊള്ളാം. പിന്നെ ഇത്രയും ദിവസം ഈ കോടതിയുടെ നടപടികളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവർക്കും മനസ്സിലാകും സർക്കാർ അതിനകത്തൊരു വീഴ്ച വരുത്തിയിട്ടില്ലെന്നുള്ളത് മനസ്സിലാവും. പക്ഷേ ഇലക്ഷൻ ആയതുകൊണ്ട് അത് രാഷ്ട്രീയ ആയുധമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇതിൽ തോന്നുന്ന വേറൊരു കാര്യം, ഇവർ നേരത്തെ എടുത്ത മൊഴികളെല്ലാം പിന്നീട് കോടതിയിൽ വരുമ്പോൾ മാറുകയാണ്. പക്ഷേ അതിനൊരു അവർ രഹസ്യ സ്വഭാവം എന്നതുപോലെ ഒരു രഹസ്യമൊഴി അവർ ആദ്യമേ എടുത്ത് വെച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പ്രോസിക്യൂഷൻ അത് രഹസ്യമൊഴി പ്രധാനപ്പെട്ട ആൾക്കാരുടെ എല്ലാം രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴികൾ പോലും മാറ്റപ്പെട്ടു.
164 മൊഴിയെടുക്കുന്ന മൊഴികൾ പോലും മാറ്റപ്പെട്ടു. കാര്യം കോടതിക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഈ മൊഴി തന്നെ ഉറച്ചിരിക്കണമെന്ന്. ഒരു മനുഷ്യന്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ കൊടുത്ത അതിന് ഒരുപാട് ലൂപ്പുകളുണ്ട്. കെ രാമപിള്ള സാറിനെ പോലുള്ളൊരു വക്കീലൊക്കെ എതിർവശത്ത് വരുമ്പോഴത്തേക്ക് എത്ര രഹസ്യ മൊഴിയായാലും അത് പൊളിക്കാൻ അദ്ദേഹത്തിന് നിസ്സാരമാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ലൊരു വക്കീലുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാം, ഒരു കുഴപ്പമില്ല. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ നഷ്ടമോ വീഴ്ചയോ ഒന്നുമല്ല. ഓപ്പറേഷൻ വിജയകരം, പക്ഷെ രോഗി മരിച്ചു എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കോടതികളിൽ നിന്ന് സർക്കാരിന് മിക്കവാറും സ്ഥിരമായി നിരന്തരം തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരം കൂടെയാണിത്. അപ്പം അതുകൊണ്ട് ഇത് സർക്കാരിൻ്റെ ഒരു വലിയ വീഴ്ചയായിട്ടോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിട്ടോ ഒന്നും കാണേണ്ടതല്ല. ഇത് എങ്കിലും ഒരു നമ്മുടെ കേരള സമൂഹം, പൊതുസമൂഹം ഉറ്റുനോക്കുന്ന ഒരു ദിവസമായിരുന്നു. കാരണം കഴിഞ്ഞ 8 വർഷം നീണ്ട ഒരു കോടതി പോരാട്ടം, നിയമ പോരാട്ടത്തിൽ അന്തിമ വിധി വരുന്ന ഒരു ദിവസം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഒരു വേറൊരു രീതിയിലുള്ള. ഇപ്പൊ എനിക്ക് ചോദിക്കാൻ മറുപടി പറയാൻ പറ്റുന്നത് നമ്മുടെ പൃഥ്വിരാജിന്റെയും സുരാജ് വെഞ്ഞാറിന്റെ ഒരു സിനിമയാണ്. അല്ല, ഈ പൃഥ്വിരാജ് അഡ്വക്കേറ്റായി വരുന്ന ഒരു സിനിമയാണ് സുരാജ് വെഞ്ഞാറിന്റെ. ഇതുപോലൊരു ബലാത്സംഗ കേസ്, സിനിമയിലെ ഒരു അധ്യാപികയുടെ ബലാത്സംഗ കേസ് കോടതി വിചാരണയ്ക്ക് വരുമ്പോൾ ഈ കുറ്റവാളികൾക്ക് വേണ്ടി ഹാജരാകാൻ വരുന്ന ആളാണ് പൃഥ്വിരാജ്. മാധ്യമങ്ങൾ പറയുന്നതാണോ ശരി, കോടതിക്ക് മുമ്പിൽ വരുന്ന തെളിവുകളാണോ ശരി എന്ന് ചോദിക്കും. അപ്പോൾ അതിനകത്ത് ജഡ്ജിയുടെ വേഷം ചെയ്യുന്ന ആൾ പോലും ചോദിക്കുന്നത് ഇതെല്ലാം പത്രങ്ങളിൽ വന്നതല്ലേ, ഇതെല്ലാം മാധ്യമങ്ങളിൽ വന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് മാധ്യമങ്ങൾ പറയുന്നതാണോ ശരി, കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകളാണ് ശരി. അതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. കോടതിക്ക് മുമ്പിൽ വരുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ കോടതിക്ക് ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റും. പത്രവാർത്തകൾ കോടതിയെ സ്വാധീനിക്കാറുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു ജഡ്ജ്, ഇങ്ങനെയൊക്കെ ഒരു ജഡ്ജിന് ചിലപ്പോൾ ഇതൊന്നും സ്വാധീനിക്കാൻ ജനങ്ങൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാധ്യമങ്ങൾ മാറുന്നു. ഇതിനകത്ത് ഇപ്പൊ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് നിയമ സംവിധാനത്തിന്റെ വിശ്വാസ്യതയും പോലീസിന്റെ വിശ്വാസ്യതയൊക്കെ നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ്. പക്ഷെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് മാധ്യമങ്ങൾക്കാണ്. അതിന് കാരണമുണ്ട്. ഇത് ആദ്യത്തെ കേസല്ല, ചാരക്കേസ്. ചാരക്കേസിൽ നമ്പിനാരായണൻ, മികച്ച ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെതിരെ ഉണ്ടായ കഥകൾ, എന്തുമാത്രം കഥകൾ, അപസർപ്പ കഥകളാണ് വലിയ വലിയ മാധ്യമങ്ങൾ, ഒന്നാം നിരയിൽ നിൽക്കുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ചെറിയ അന്ന് ഈ ചാനലുകൾ ഇത്രയും സജീവമല്ല, ചാനലുകളില്ല, ദൂരദർശനും ഒക്കെ ആ സമയം. അന്ന് എന്തെല്ലാം കഥകളാണ് ഓരോ ദിവസവും അവസർപ്പ കഥകൾ, നോവൽ വായിക്കുമ്പോൾ. അതായത് ഒരു പഴയ കാലത്ത് പറഞ്ഞാൽ ഒരു കൊച്ചു ദിവസം വായിക്കുന്നതിന് സമാനമായ എല്ലാ ദിവസത്തെയും മെയിൻ വാർത്തകൾ അങ്ങനെയൊക്കെയായിരുന്നു. അവസാനം CBI അന്വേഷിച്ചു, എല്ലാവരും അന്വേഷിച്ചു, നമ്പിനാരായണനൊക്കെ ജയിലടച്ച് ഒരു ശാസ്ത്രജ്ഞന്റെ ഭാവി കളഞ്ഞു. ഒരു ശാസ്ത്രജ്ഞന്റെ ഭാവിയല്ല, ISRO പോലൊരു സ്ഥാപനത്തിന്റെ വളർച്ചയിൽ എത്രയോ വർഷം പിന്നോട്ടടിച്ചു. ഏറ്റവും ഒടുവിൽ നമ്പിനാരായണൻ കുറ്റക്കാരനല്ല, അത് ഗൂഢാലോചന, ഒരു പോലീസ് ഓഫീസറിന്റെ ഗൂഢാലോചനയാണ് എന്ന് കോടതി തെളിയിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് ആ പോലീസ് ഓഫീസറിന്റെ സത്യസന്ധനായി അഭിനയിച്ച ആ പോലീസ് ഓഫീസർ പൊളിക്കപ്പെട്ടു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടമാണ് ഇത് ആ പോലീസ് ഓഫീസറിന്റെ മാത്രമല്ല അന്നത്തെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ചോദിച്ചു. ദീർഘകാലം മാധ്യമങ്ങൾ വരുന്ന ഒന്നും ആരും വിശ്വസിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ അത് കവർ ചെയ്തെടുക്കാൻ ഒരുപാട് സമയം വന്നു. സർക്കാർ നമ്പിനാരായണന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. സമരം ചെയ്തവരെന്നെ അദ്ദേഹത്തിനെതിരെ സമരം ചെയ്തവർ അദ്ദേഹത്തിനെ വിളിച്ച് ആദരിച്ചു ഒക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ നഷ്ടവും വലുതാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ക്രയോജനിക് എഞ്ചിൻ്റെ ഗവേഷണം ISRO പൂർത്തിയാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ചന്ദ്രയാനൊക്കെ 10 വർഷം മുമ്പ് സംഭവിച്ചേനെ. ആ ഒരു വലിയ ഡെവലപ്മെൻറ്റ് അതിനകത്തുണ്ട്. ഇന്നും ആ കേസിൽ നമ്പിനാരായണൻ എന്തുകൊണ്ട് പ്രതിയാക്കപ്പെട്ടെന്നോ, നമ്പിനാരായണൻ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാരെ എന്തുകൊണ്ട് അവഹേളിച്ച് പുറത്താക്കിയെന്നോ, ISRO തകർക്കാൻ വേണ്ടി ഇതിനകത്തൊരു ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യത്തിൽ ഇന്നൊരു വ്യക്തതയില്ല. അത് സംബന്ധിച്ച് ഒരു അന്വേഷണവും നടന്നിട്ടില്ല. നടന്ന അന്വേഷണം എല്ലാം വഴിമുട്ടി. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്കെതിരെ തീർച്ചയായും അത് വേറെ വിഷയം ചർച്ച ചെയ്യാനുള്ളതാണ്. അതിനകത്തൊരു വിദേശ മാധ്യമ പ്രവർത്തകൻ, എനിക്ക് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ റെഡിഫ് പോലെ ഒരു ഇത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ പറയുന്നൊരു വലിയ കഥയുണ്ട്. അയാൾ നേരിട്ടൊരു സംഭവം. അന്ന് ഈ CBI ഓഫീസ് പൂജപ്പുര ലാറ്റക്സിലായിരുന്നു. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും അത്ര ഇതില്ലാത്ത കാലം. ഈ 4 ലെയർ സെക്യൂരിറ്റിയാണ് ഈ CBI അന്വേഷണം നടക്കുന്ന ഓഫീസിലുള്ളത്. ആകെ ഇതിനകത്തുള്ള ഫോണെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാനുള്ള ഒരു ഹോട്ട്ലൈനും ഇവർക്ക് പുറത്തേക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു ഹോട്ട്ലൈൻ. അതും പുറത്തേക്ക് വിളിക്കാൻ രണ്ട് ലാൻഡ് ഫോണുകളാണ്, 2 ഹോട്ട്ലൈനാണ്. മറ്റ് അവർ കൊടുക്കുന്ന നമ്പറിലേക്ക് മാത്രം വിളിക്കാവുന്ന 2 ഫോണുകൾ. അതിനകത്താണ് അവരെ ചോദ്യം ചെയ്തത്. 4 ലെയർ സെക്യൂരിറ്റിക്കകത്താണ് ഈ നമ്പിനാരായണൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിട്ടുള്ളത്. വൈകുന്നേരം തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയ്ക്കിടയിലേക്ക് വരുന്ന 3-4 പത്രക്കാർ അവിടെ ഇരുന്ന് ഓരോ കഥകൾ പറയുന്നു.
കഥകൾ പറയുമ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ വിവരം എന്നെ മറ്റേ CBI ഓഫീസർ വിളിച്ച് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ CBI ഓഫീസിനെ കോൺടാക്ട് ചെയ്യാൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും കിട്ടുന്നില്ല. അയാൾ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ആ കൂട്ടായ്മയിൽ കേട്ട കഥകൾ അടുത്ത ദിവസം രാവിലെ പത്രങ്ങളിലെ മെയിൻ സ്റ്റോറികളായി വരുന്നത്. അത് അദ്ദേഹം തുറന്നെഴുതി കേരളത്തിലൊരു മാധ്യമങ്ങളത് പ്രസിദ്ധീകരിച്ചില്ല. റെഡിഫിൽ അദ്ദേഹം തുറന്ന് പിന്നെ പല വേദികളിലും അദ്ദേഹം പറഞ്ഞു. നമ്പിനാരായണൻ്റെ പുസ്തകത്തിനകത്ത് ഡോക്ടർ നമ്പിനാരായണൻ്റെ പുസ്തകത്തിനകത്ത് ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മാനിപ്പുലേറ്റ്, അതായത് 1-2 സ്ഥാപനങ്ങൾ ഗൂഢാലോചന നടത്തി. അതിനകത്ത് സർക്കാരിനെ ഒക്കെ നമുക്ക് പ്രതിയാക്കാൻ വേണ്ടി കരുണാകരൻ്റെ രാഷ്ട്രീയ ഭാവി തീരുന്നത് ചാരക്കേസ് പോലെ. അപ്പം അദ്ദേഹത്തിനെതിരെ നടന്നൊരു ഗൂഢാലോചന പല ലെയറുള്ളതാണ്. അപ്പം ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്. കരുണാകരനെ അവമാനിക്കുന്ന കാര്യത്തിൽ, നമ്പിനാരായണനെ അവമാനിക്കുന്ന കാര്യത്തിൽ, ISR അവമാനിക്കുന്ന കാര്യത്തിൽ വലിയൊരു ഗൂഢാലോചന. അത് കേരളത്തിൽ നമ്മൾ പഠിക്കേണ്ട പത്രങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു വിഷയം അത് തന്നെയാണ്. അതിന് സമാനം തന്നെയാണ് ഇപ്പോൾ ഈ ദിലീപിൻ്റെ കേസിലും സംഭവിച്ചിരിക്കുന്നത്. ദിലീപിൻ്റെ കേസിൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് പ്രോസിക്യൂഷനേക്കാൾ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന മാധ്യമങ്ങൾക്കാണ്. എത്ര വാർത്തകളാണ് അവർ പറയും. ഏറ്റവും അവസാനം പോലും എത്ര വാർത്തകളാണ് പ്രൊഫസർ സുനിയുമായി ബന്ധപ്പെട്ടും ദിലീപുമായി ബന്ധപ്പെട്ടും ബാലേന്ദ്രകുമാറുമായി ബന്ധപ്പെട്ടും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ചില ആൾക്കാർ എഴുതുന്നുണ്ട്, ചില ചാനലുകളുടെ പേര് പറഞ്ഞിട്ടാണ്. അവരൊക്കെ അതായത് ഈ ഒരു വിധി വരുന്നതോടെ അടിക്കാൻ ശേഖരിച്ച് വെച്ചിരുന്ന സ്റ്റോറികളെല്ലാം ചീറ്റിപ്പോയല്ലേ എന്ന തരത്തിലായിരുന്നു. ഒരു സംശയമില്ലാത്ത കാര്യമില്ല. അവര് ഈ മാധ്യമപ്രവർത്തകർ, ദൃശ്യമാധ്യമങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചെടുത്ത ഇതിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നില്ലേ? അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും കോടതി തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ ദിലീപ് പറയണ ഇവരെല്ലാം ഗൂഢാലോചന നടത്തിയിരിക്കേണ്ട കഥകൾ മെനഞ്ഞാണ്, ഇതെല്ലാം അവരുടെ ഭാവനാ സൃഷ്ടികളാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കാൻ തരവില്ല. കോടതി അത് വിശ്വസിച്ചിട്ടില്ല. കോടതിക്ക് മുമ്പിൽ തെളിവുകളില്ല. ഈ ദിലീപിന് വത്സസുനി എഴുതിയ കത്ത് കോടതിയിൽ തെളിവാകുന്നില്ല. വത്സസുനി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കോടതിയിലും വത്സസുനി വെളിപ്പെടുത്തിയിട്ട് കോടതിക്ക് അത് വിശ്വാസയോഗ്യമായി തോന്നിയില്ല. അപ്പോൾ തോന്നാത്തടത്തോളം കാലം കോടതി പറയുന്നത് ദിലീപ് കുറ്റവിമുക്തനാണ്, ദിലീപ് ഇതൊന്നും ചെയ്തിട്ടാണ്. മാധ്യമങ്ങൾ പറയുന്നത് ദിലീപാണ് ഇത് മുഴുവൻ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും കോടതി പറയുന്നിടത്ത് ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ദിലീപിന് മാധ്യമങ്ങൾക്ക് മാനനഷ്ട കേസ് കൊടുക്കാൻ പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ദിലീപിന് മാനനഷ്ടത്തിന് പൈസ കൊടുക്കുക. ദിലീപിന് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഈ 8.5 വർഷക്കാലം ഉണ്ടായ സാമ്പത്തിക നഷ്ടം, സിനിമ പരാജയപ്പെട്ടതടക്കമുള്ള, പുതിയ സിനിമകൾ കിട്ടാത്തതടക്കമുള്ള, ആരും അഭിനയിക്കാൻ വിളിക്കാത്തതടക്കമുള്ള സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ ദിലീപിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല വഴിയാണ് ഈ മാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനുള്ളത്. തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ മാധ്യമങ്ങളെ പണക്കാൻ പോകില്ല എന്നുള്ളതാണ് അന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. കാര്യം ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം പോലീസിനെ പറയും, കഴിഞ്ഞ 8.5 വർഷമായി അനുഭവിക്കുന്ന ഒരു ടെൻഷൻ, ഒരു വീർപ്പുമുട്ടൽ, ഒരു അസ്വസ്ഥത എല്ലാം പെട്ടെന്ന് അതിൽ നിന്ന് ഒരു മോചനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പറച്ചിലാണെന്നാണ് തോന്നുന്നത്. ദിലീപ് സിനിമയിൽ ഇനി തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഉറപ്പായിട്ട് ഇങ്ങനെ പോലീസിനെതിരെയും ഇവർക്കെതിരെ ഒന്നും പറയില്ല. കാര്യം പോലീസിനെതിരെ പറഞ്ഞാൽ ദിലീപിന് ഈ കേസ് മാത്രമല്ല ദിലീപിനെതിരെ ഉള്ളത്. ഇത് നടിയെ ആക്രമിച്ച കേസ് മാത്രമല്ല ദിലീപിനെതിരെ ഉള്ളത്. ദിലീപിനെതിരെ മറ്റു ചില കേസുകളൊക്കെ ഉണ്ട്. അതൊന്നും പോലീസ് ഇതുവരെ എടുത്തിട്ടില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് പോലീസിനെ വെറുപ്പിച്ചാൽ ദിലീപിന് അറിയാം എന്തുണ്ടാവുക. അതുപോലെ തന്നെ മാധ്യമങ്ങൾ വെറുപ്പിച്ചാൽ എന്തുണ്ടാവും? ദിലീപിന്റെ സിനിമ ഇനി എത്ര വലിയ പ്രൊഡ്യൂസറാണ്, എത്ര വലിയ പരസ്യം കൊടുത്താലും മാധ്യമ പ്രവർത്തകർ വിചാരിച്ചാൽ ആ സിനിമ തുടങ്ങി നടക്കില്ല. അതുകൊണ്ട് മാധ്യമങ്ങളൊന്നും ദിലീപ് പിണക്കില്ല. പക്ഷെ ദിലീപിന് പറയാം, ദിലീപിനേക്കാൾ ഇത് കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള ക്രിമിനലുകളായിരിക്കും ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. പത്രങ്ങൾ ദിലീപിനെതിരെ എന്തെല്ലാം പറഞ്ഞു അതുപോലെ തന്നെയാണ് എനിക്കെതിരെ പറയുന്നത് പറഞ്ഞാൽ നമുക്കൊന്നും തിരിച്ചു പറയാൻ പറ്റും. ഒന്നും തിരിച്ചു പറയാനില്ല. ജനത്തിന്റെ മുമ്പിൽ മാധ്യമങ്ങളുടെ വിശ്വാസത്തെ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ നിൽക്കും. അപ്പോൾ ഈ ദിലീപിന്റെ വിധിയിൽ ഏറ്റവും വലിയ അപകടം വരുന്നത് അതിജീവിതയ്ക്കും അവരെ ഒപ്പം നിൽക്കുന്നവർക്കെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും വലിയ അപകടം വരുന്നത് മാധ്യമങ്ങൾക്ക് തന്നെയാണ്. മാധ്യമങ്ങളുടെ വിശ്വാസത്തെ തെളിയിക്കാൻ മാധ്യമങ്ങൾ ഇനി എന്ത് ചെയ്യും, അതാണ് എനിക്ക് കാണേണ്ടത്. ഇനി എത്ര മാധ്യമ ചർച്ചകളും ഇന്ന് മുതലുള്ള മാധ്യമ വാർത്തകളും വളരെ സസൂക്ഷ്മം കൈകാര്യം ചെയ്ത് എങ്ങനെ ഈ വലിയ അപകടത്തിൽ നിന്ന് അവർ മറികടക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും കേരളം ഉറ്റിരുന്ന ഒരു ദിവസം കേട്ട വാർത്ത പലരും പ്രതീക്ഷിച്ചിരുന്നത് ഒരു വിധിയാണെങ്കിൽ വന്നത് മറ്റൊരു വിധിയാണ്. ഇതിൽ കുറച്ചു പേർക്ക് ദുഃഖമുണ്ട്, കുറച്ചു പേർക്ക് സന്തോഷമാണ്. സന്തോഷമുള്ളത് വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രം. അതെ, ദിലീപിന് ഒപ്പം നിൽക്കുന്നവർക്കും മാത്രമാണ് ഒരു സന്തോഷമുള്ളത്. ബാക്കി പൊതുസമൂഹത്തിന് മുഴുവൻ നിരാശ തന്നെയാണ്. കോടതി എന്തടിസ്ഥാനത്തിൽ വിധിച്ചാലും, കോടതിക്ക് മുമ്പ് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വിധിച്ചതെങ്കിലും നിരാശ സമൂഹത്തിനുണ്ട്. കോടതിക്ക് പ്രധാനം തെളിവുകൾ തന്നെയാണ്. അത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ പ്രോസിക്യൂഷനും ബാധ്യതയുണ്ട്. ഇനി ഒരിക്കലും ഒരു അതിജീവിത കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.